ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ മാർക്കറ്റിൽ ലെവലുകളൊക്കെ ഇന്നെങ്ങനെ വർക്ക് ചെയ്തു നമുക്കൊന്ന് നോക്കാം. ഇന്നലെ പറഞ്ഞ പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയായിരുന്നു? 26,050, 26,000, 26,750. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ നമ്മൾ ഒരു ലെവലിന് മുകളിലായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് എന്തായി താഴേക്ക് വന്ന് നമ്മൾ ലെവലിൽ ടച്ച് ചെയ്തിട്ട് കൃത്യമായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി അല്ലേ. പിന്നീട് നിങ്ങൾ ശ്രദ്ധിച്ച മനസ്സിലും നമ്മൾ പറഞ്ഞ റെസിസ്റ്റൻസ് ലെവലുണ്ട് 26,750. അവിടെ നന്നായിട്ട് റെസിസ്റ്റൻസ് എടുക്കുന്നതായിട്ട് കാണാം. മാർക്കറ്റ് കണ്ടോ, നന്നായിട്ട് ആ ഭാഗത്ത് തന്നെ ഒരു കൺസോൾട്ടേഷൻ തന്നിരുന്നു. ഈ ഒരു കൺസോൾട്ടേഷൻ സമയത്ത് ഞാൻ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിരുന്നു. പിന്നെ മാത്രമല്ല ഒരു ഓപ്ഷൻ സെല്ലും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഓപ്ഷൻ സെല്ലിംഗ് ട്രേഡ് പ്രോഫിറ്റിൽ ഇറങ്ങിയത്, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തത് ലോസിലാണുള്ളത്. അത് എക്സിറ്റ് ആക്കിയിട്ടില്ല. നാളെയും കൂടി നോക്കിയിട്ട് എക്സിറ്റ് ആക്കുന്നു. എക്സിറ്റ് ആക്കുന്നില്ല, മാക്സ് ലോസ് ആയിട്ട് പോയിക്കോട്ടെ എന്ന നിലക്ക് തന്നെ എടുത്തത്. ഗ്രൂപ്പിൽ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഇത് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയിൽ വലിയൊരു മൂവ്മെൻറ്റ് കാണുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തത്. കാരണം ബാങ്ക് നിഫ്റ്റിയിൽ മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് മാർക്കറ്റ് നിഫ്റ്റി താഴേക്ക് വരുമെന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓപ്ഷൻ, അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തത്. അപ്പോൾ അത്രമാത്രം ഇന്ന് വർക്കൗട്ട് ആയില്ല കാര്യങ്ങൾ. അപ്പോൾ നാളെയും കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. കാരണം ഓപ്ഷൻ ബൈയിങ് ട്രേഡ് വെച്ച് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ സെല്ലിംഗ് ട്രേഡിൽ പ്രോഫിറ്റിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. നാളെ നമ്മൾ എടുക്കുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ വെച്ചെങ്കിൽ ഇതൊക്കെ തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. 26,750, 26,000 ആണ് രണ്ട് ലെവലുകൾ. മുകളിലേക്കുള്ളത് 26,270, ഏകദേശം 270, 250, 270 ആ റേഞ്ചിലുള്ള ലെവലാണ് എടുക്കുന്നത്. ഒന്നുകൂടി പറയാം, 26,270, 250 ഒരു ലെവലിൽ റെസിസ്റ്റൻസ് ഉണ്ട്. താഴത്തുള്ളത് 26,750 ഒരു സപ്പോർട്ട് ഉണ്ട്. പിന്നെ 26,050 ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. ഇത്രയാണ് നാളത്തെ പ്രധാനപ്പെട്ട ലെവലുകളായിട്ട് എടുക്കുന്നത്. അപ്പം എന്തെങ്കിലും നാളെ എക്സ്പയറി ഡേ ആണ്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നാളെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഗ്രൂപ്പും കൂടി നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, എന്തായാലും ബാങ്ക് നിഫ്റ്റി ലെവലുകൾ നോക്കുന്നില്ല. കാരണം വെച്ചാൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റിയുടെ അവസ്ഥയും കൂടി നോക്കിയിട്ട് മാത്രം നമുക്ക് നാളെ നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കാം. ഓക്കെ.